മോണോലോഗ് റൗണ്ടിൽ അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ആശ. ആശ ഭയങ്കര സീരിയസ് ആയിട്ടൊരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലേഡിയെ പോലുള്ള ഒരു വേഷത്തിൽ വന്നിരിക്കുക. ഏതാ ചെയ്യണേ? ഞാൻ മാധവിക്കുട്ടിയുടെ ചന്ദ്രരശ്മികളിലെ എൻ്റെ ചെറുകഥയിലെ ചന്ദ്രരശ്മികൾ എന്ന് പറഞ്ഞൊരു സ്റ്റോറിയിലാണ്. സമയം 5 മണി കഴിഞ്ഞു. ദാസേട്ടൻ ഇതുവരെ തിരിച്ചു വന്നില്ല. ഡോക്ടർ ഇക്ബാലിനോടൊപ്പം പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. ഇവിടെ ഇക്ബാലിനോടൊപ്പം ആരുമില്ല താനും. എന്തോ സഡേഷൻ മരുന്ന് കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ബോധം തെളിയും. ഇക്ബാൽ കവി, ചന്ദ്രരശ്മികൾ ഭക്ഷിക്കുന്നവനെ പറ്റി കവിത എഴുതിയ ഭാവനാസമ്പന്നൻ, ആംഗലേയ സാഹിത്യത്തിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ശ്രദ്ധേയമായ നാമധേയം. പക്ഷേ എന്റെ ജീവിതം തകർത്ത ഒരുവൻ, എന്റെ ശ്രേണബോധത്തെ പോലും അവഹേളിച്ച ഇക്ബാൽ എന്റെ ഭർത്താവിന്റെ പ്രിയ സുഹൃത്ത്. എന്റെ ഭർത്താവിന്റെ കിടക്ക പങ്കിട്ട പ്രിയപ്പെട്ട രൂപം ഇക്ബാൽ. എനിക്ക് നിങ്ങളോട് മത്സരമില്ല. കരഞ്ഞും പിണങ്ങിയും പറഞ്ഞു നോക്കി. ദാസേട്ടന്റെ മറുപടി ഓസ്കാർ വൈൽഡ് അങ്ങനെയായിരുന്നു അത്രേ. സ്വവർഗ സ്നേഹികളായ അനേകം കലാകാരന്മാരുടെ കഥകൾ പറഞ്ഞു രാഷ്ട്രീയം കാട്ടി. വേണ്ട, ഒന്നും ആലോചിക്കുന്നില്ല. ഒന്നും പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം ട്രിപ്പ് തീരുമ്പോൾ ആരെയും അറിയിക്കാതിരുന്നാൽ മതി. രക്തം തിരിച്ചു കയറി അവന്റെ അന്ത്യനിമിഷങ്ങൾക്ക് ഞാൻ തന്നെ ദൃക്സാക്ഷിയാവും. എനിക്കറിയാം ഇക്ബാൽ, നിങ്ങൾ എന്തിന് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന്. എനിക്കറിയാം നിങ്ങൾക്കൊരു അമ്മയാകാൻ സാധിക്കുകയില്ല, അല്ലേ? എന്റെ ഭർത്താവിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പ്രകൃതി നിങ്ങളെ അനുവദിക്കുന്നില്ല, അല്ലേ? നീ ജീവിക്കാൻ അർഹനല്ല. ഇപ്പോൾ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ മാത്രം.
ഐ എൻജോയ്ഡ് യുവർ പെർഫോമൻസ്, വളരെ നന്നായിരുന്നു. ബട്ട് എനിക്ക് 2-3 കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേദിയിൽ ബെസ്റ്റ് ആക്ടർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് എന്താ പാർട്ടിസിപ്പേഷൻ മാത്രമല്ല, നമ്മളൊരു ലെവൽ ഓഫ് അച്ചീവ്മെൻ്റ് ആണ് നോക്കണം, ഒരു യുനോ. ആൻഡ് ഫോർ ദാറ്റ് ഐ തിങ്ക് ഐ എം സേയിങ് ദിസ്, ഈ പോയിന്റ്സ് ഞാൻ പറയണത് ഇസ് ബിക്കോസ് യു ഹാവ് സോ മച്ച് എനർജി ഇൻസൈഡ് യു. ഒരുപാട് എക്സ്പ്രഷൻസ് യു ഹാവ്, വളരെ ബ്യൂട്ടിഫുൾ ഫേസ് വിത്ത് ബ്യൂട്ടിഫുൾ ഐസ്, ആൻഡ് അത് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് എക്സ്പ്രഷൻസ് ഇങ്ങനെ വാരി വെതറുക എന്ന് പറയില്ലേ, യുനോ, ഇങ്ങനെ ഒരു സർക്കിൾ എടുത്തപ്പോൾ ഞാൻ ടക്ക് 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 ഐ സോ സോ മെനി എക്സ്പ്രഷൻസ് ഇൻ വൺ സെൻറ്റൻസ്, ഇൻ വൺ ഡയലോഗ്. അതിനാവശ്യമില്ല. പിന്നെ എനിക്ക് പിച്ചിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നല്ലോണം ഷ്രീക്ക് ഫീൽ ചെയ്തു, ലൈക്ക് ഐ ഫെൽ യു ആർ ഷ്രീക്കിംഗ് എ ലോട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഏരിയാസിൽ നമ്മൾ ടോൺ ഡൗൺ ചെയ്ത് ബേസിൽ സംസാരിച്ചാലും എഫക്റ്റീവാണ്. ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് ഐ എം ജസ്റ്റ് ടെലിങ് യു സം ടെക്നീക്സ് വിച്ച് ഐ തോട്ട്. പക്ഷെ അത് അല്ലാണ്ട് ഐ എൻജോയ്ഡ് യുവർ പെർഫോമൻസ്. താങ്ക് യു. It was not bad actually. ഓക്കെ, താങ്ക് യു സർ. But it could have been better. മോണോലോഗ് എന്ന് പറയുമ്പോൾ ബിഗിനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ സിംഗിൾ മോണോലോഗ്. നമ്മൾ മോണോലോഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഇപ്പം നാടകത്തിൽ അല്ലെങ്കിൽ സിനിമയിൽ വരുന്ന മോണോലോഗ്സ് ആണെങ്കിൽ അതിനപ്പുറവും ഇപ്പുറമൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മുടെ എക്സസൈസ് മോണോലോഗ് തുടങ്ങുകയാണ് നമ്മൾ, അത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. അപ്പോൾ അതിൻ്റെ ബിഗിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഷയുടെ ബിഗിനിങ് വാസ് വെരി ഫ്ലാറ്റ്. പിന്നെ കൈ, ഞാനത് പറഞ്ഞു തന്നിരുന്നു ആശയ്ക്ക്, അനാവശ്യമായിട്ട് നമ്മൾ കൈയെടുക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ വീണ്ടും മോണോലോഗ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിക്ഷൻ. സ്ത്രൈണബോധം എന്നൊന്ന് പറഞ്ഞേ. സ്ത്രൈണബോധം എന്നാണ് കേട്ട്, സ്ത്രൈണബോധം, സ്ത്രൈണമാണ്, സ്ത്രൈണം. ഓക്കെ, അപ്പം ആശ അടുത്തതിൽ എന്നെ കൊണ്ടിങ്ങനെ പറയിക്കരുത്. ഇല്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഐ എം ഷുവർ ദാറ്റ് യു വിൽ ഡു ഇറ്റ്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ബാഡ്. താങ്ക് യു മാം. ഇത്രയും കൂടുതൽ ഡയലോഗ് പറഞ്ഞത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, ഇല്ലേ? ഒറ്റയ്ക്ക് നിന്നിട്ട് ഇത്രയും പറഞ്ഞത് ആദ്യമായിട്ട്. അടുത്ത പോയാൽ തന്നെ കുഴഞ്ഞു പോകും. സോ അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു അത്. ആഷയ്ക്ക് ടാലൻ്റ് ഉണ്ട്, ആഷ ഈസ് ഇംപ്രൂവിങ്. പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഗിവ് us a better performance കേട്ടോ.